2ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നടന്ന അഖീദ 2025 നടന്ന അഖീദ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. 50 മാർക്കാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1. യോജിച്ചവ ചേർക്കാം. കോളത്തിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും യോജിച്ചവ തിരഞ്ഞെടുത്ത് എഴുതാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി, നുബുവത്ത് കിട്ടി, അള്ളാഹു ആകുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. 1ാമത്തെ ചോദ്യം, നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. നമ്മുടെ റബ്ബ് എന്നുള്ളതിൻ്റെ അടുത്ത് അള്ളാഹു ആകുന്നു. 2. ആമിന ബീവി. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. 3. അബ്ദുള്ള. അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. 4. മക്കയിൽ. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. 5ാമത്തെ മദീനയിൽ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. 6ാമത്തെ ചോദ്യം, 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക്. 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് നുബുവത്ത് കിട്ടി. നമ്മുടെ നബിക്ക് നുബുവത്ത് കിട്ടി. ഓരോന്നിൻ്റെ നേർക്കും ചോദ്യത്തിൻ്റെ നേർക്ക് ഇതിൽ നിന്ന് ഉത്തരങ്ങൾ എടുത്തെഴുതാണ് വേണ്ടത്. ഉത്തരങ്ങൾ നോക്കി തെറ്റില്ലാതെ എഴുതാം. അടുത്ത ചോദ്യം, പൂർത്തിയാക്കാം. അവിടെ പൂർത്തിയാക്കാനുള്ള ചോദ്യമാണ്. 1ാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഡാഷ്. നബിക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെ എഴുതേണ്ടത് ഹിജ്റ പോയി. 2ാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ ഡാഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. അവിടെ എഴുതേണ്ട ഉത്തരം വഫാത്തായി. 3ാമത്തെ, അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ഡാഷ്. അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അവിടെ എഴുതേണ്ട ഉത്തരം മലക്കുകൾ. 4ാമത്തെ, അള്ളാഹുവിന് മാത്രമേ നാം ഡാഷ്. 4ാമത്തെ ചോദ്യം, അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. പാഠഭാഗത്ത് വരുന്ന അറിയാത്ത വാക്കുകളൊക്കെ എഴുതി തന്നെ പഠിക്കട്ടോ. അടുത്ത ചോദ്യം, ശരിക്ക് ശരി എന്നുള്ള അടയാളം നൽകാം. 1ാമത്തെ, മണ്ണിനാൽ പടക്കപ്പെട്ടവർ. അതിൻ്റെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. ജിന്ന്, മനുഷ്യർ, മലക്കുകൾ. മണ്ണിനാൽ പടക്കപ്പെട്ടവർ മനുഷ്യർ. മണ്ണിനാൽ പടക്കപ്പെട്ടവർ മനുഷ്യർ. അടുത്ത ചോദ്യം, മലക്കുകളിൽ പെട്ടവരാണ് ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. മലക്കുകളിൽ പെട്ടവരാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. 4 മലക്കുകളുടെ പേര് ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. ഇവിടെ തന്നിട്ടുള്ളത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. 3ാമത്തെ, നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. മലക്കുകൾ, അള്ളാഹു, സർക്കാർ. നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. അതിൻ്റെ ഉത്തരം അള്ളാഹു. അള്ളാഹു ആണ് നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നത്. 4ാമത്തെ, ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല. നബിമാർക്ക്, മനുഷ്യർക്ക്, മലക്കുകൾക്ക്. ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല മലക്കുകൾക്ക്. മലക്കുകൾക്ക് ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല മലക്കുകൾക്ക്. അടുത്ത ചോദ്യം, അള്ളാഹു നമുക്ക് കാണാൻ തന്നു. മൂക്ക്, കണ്ണ്, കൈ. അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു. അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളതൊക്കെ പഠിച്ചു വെക്കട്ടോ. അള്ളാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു. അള്ളാഹു നമുക്ക് സംസാരിക്കാൻ നാവ് തന്നു. അങ്ങനെ പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം നോക്കൂ, വേർതിരിക്കാം. കോളത്തിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. മദ്രസ, മലക്ക്, പേന, പിശാജ്, ജിന്ന്, മനുഷ്യൻ. അതിൽ 1ാമത്തെ ചോദ്യം, നാം കാണുന്നവ. കാണുന്നവ അവിടെ എഴുതാം. 2ാമത്തെ ചോദ്യം, നാം കാണാത്തവ. കാണാത്തവ അവിടെ എഴുതാം. മദ്രസ, മദ്രസ നാം കാണുന്നവ. 2ാമത്തെ മലക്ക്, മലക്ക് കാണാത്തവ. 3ാമത്തെ പേന, പേന നാം കാണുന്നവ. 4 പിശാജ്, പിശാജ് കാണാത്തവ. ജിന്ന് കാണാത്തവ. മനുഷ്യൻ നാം കാണുന്നവ. കാണുന്നവ എന്നുള്ളതിൻ്റെ കൂടെ മദ്രസ, പേന, മനുഷ്യൻ.
നാം കാണാത്തവ എന്നുള്ളതിൻ്റെ കൂടെ മലക്ക്, പിശാച്, ജിന്ന് അങ്ങനെ എഴുതി വെക്കാണ് വേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേരെഴുതാം. സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേരെഴുതാം. അതിൽ നമ്മൾ 5 വസ്തുക്കളുടെ പേര് ഒന്നാമത്തെ പാഠത്തിൽ എഴുതി പഠിച്ചിട്ടുണ്ട്. അതിൽ 3 എഴുതിയാൽ മതി. പൂക്കൾ, മലകൾ, ആകാശം, ഭൂമി, മഴ. അതിൽ നിന്നും അറിയാവുന്ന 3 എഴുതാം. പൂക്കൾ, മലകൾ, ആകാശം. രണ്ടാമത്തെ, നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എന്താകുന്നു? അതിൻ്റെ ഉത്തരം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന് മാത്രം എഴുതിയ പോരാ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ചോദ്യം, എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ്? എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ്? അതിൻ്റെ ഉത്തരം മലക്കുകൾ. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് മലക്കുകൾ. അടുത്ത ചോദ്യം നോക്കൂ. പൂരിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ, ആരാധനയ്ക്ക് ഡേഷ് മറ്റാരും ഇല്ല. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. അവിടെ എഴുതേണ്ട വാക്കുകൾ അർഹൻ അള്ളാഹു അല്ലാതെ. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹു നമുക്ക് നടക്കാൻ ഡേഷ് തന്നു. അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. അവിടെ എഴുതേണ്ടത് കാല് തന്നു. അടുത്തത്, എല്ലാം ഡേഷ് അള്ളാഹു, എന്നും ഡേഷ് അള്ളാഹു. എല്ലാം അറിയും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു. എഴുതേണ്ട ഉത്തരം അറിയും ഉള്ളവൻ. ആ പാട്ടിലുള്ളതാണ്. എല്ലാം അറിയും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു. 4 പാഠഭാഗങ്ങളാണ് അഖീദയിൽ നിന്നും പഠിക്കാനുള്ളത്. 4 പാഠഭാഗങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അതിലെ വാക്കുകൾ കൂടി നന്നായി എഴുതാൻ പഠിക്കുക. എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ.